വാഴടപ്രഥമൻ ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ചോറും കൊണ്ടുള്ള പുട്ടിന്റെ റെസിപ്പിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വാഴല എപ്പോഴും കിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് വാഴല കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് കൂടിയിട്ട് ചോറിന്റെ റെസിപ്പി ചെയ്യാതെ. അപ്പൊ ഇതിലേക്ക് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുത്തരിയുടെ ചോറാണ് എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ബസ്മതി റൈസിന്റെ ചോറ് ഒഴിച്ചിട്ട് ബാക്കി ഏത് ടൈപ്പ് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് പച്ചരിയുടെ ചോറുള്ളൂന്നുണ്ടെങ്കിൽ പച്ചരിയുടെ ചോറായിരുന്നാലും കുഴപ്പമില്ല. ഇതേപോലെ ചോറ് വെച്ചിട്ട് അട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അട നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അത് നമ്മൾ പായസത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതേപോലെ അട ഉണ്ടാക്കി എടുക്കാനായിരുന്നാലും നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പൊ ഞാനിവിടെ കുറച്ച് കൂടുതലായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 8 കപ്പിൻ്റെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി വെച്ചിട്ടും നിങ്ങൾക്ക് ഈ പായസം ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാന്ന്. ഇത് അടയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ അതേപോലെ തന്നെ കടയിൽ നിന്ന് റൈസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അതേപോലത്തെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പുട്ടുണ്ടാക്കുന്ന പൊടി അല്ലെങ്കിൽ പത്തരി ഉണ്ടാക്കുന്ന പൊടി ഏത് ടൈപ്പ് അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഈ അരിപ്പൊടി 1 കപ്പ് അരിപ്പൊടി എടുക്കണം. പിന്നെ വേണ്ടത് ചോറാണ്. ഞാനിവിടെ കുത്തരിയുടെ ചോറാണ് എടുത്തേക്കുന്നത്. അതും ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും അരിപ്പൊടിയും ചോറും രണ്ടും സെയിം അളവിലെടുക്കാം. കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരുപാട് വെള്ളം പോലെ അരച്ചിട്ടെടുക്കരുത്, കുറച്ച് തിക്ക് പേസ്റ്റായിട്ട് അരച്ചിട്ടെടുക്കാം. പിന്നെ ഇത് അടയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വാഴല എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാഴല കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഈ വാഴലയ്ക്ക് പകരം ഫോയിൽ പേപ്പറിൽ അട പരത്തിയിട്ട് ഉണ്ടാക്കിയാലും നന്നായിട്ട് വരും. അപ്പോൾ വാഴല കിട്ടാനില്ലെന്നുണ്ടെങ്കിൽ ആ വാഴല ഇങ്ങനെ വാടുമ്പോൾ അടയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വാഴല ഉണ്ടെങ്കിൽ വാഴലയിൽ ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ 2.5 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. പിന്നെ പാല് വേണം. പാല് 8 കപ്പ് പാലാണ് എടുക്കുന്നത്. അത് ഞാൻ അതിലേക്ക് ചേർക്കുമ്പോൾ അത് ഒന്നുകൂടിയും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ അട ഉണ്ടാക്കാനുള്ള അരിപ്പൊടിയും ചോറും കൂടിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് ചോറ് ചേർക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുത്തരി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സാധാരണ കഴിക്കുന്ന ഏത് ടൈപ്പ് ചോറായിരുന്നാലും മതി. പക്ഷേ കുത്തരിയുടെ ചോറുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് അറിയണില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്താൽ മതി. ഇത് ഏറ്റവും ആദ്യം ഈ അരിപ്പൊടിയും ചോറും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതൊന്ന് അടച്ചിട്ട് ഇതേപോലെ ഒന്ന് കുലുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് ചോറും എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഞാൻ ഇവിടെ വെള്ളം ചേർത്തത് കറക്റ്റ് 1 കപ്പ് വെള്ളമാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾ മെഷറിംഗ് കപ്പിൽ കറക്റ്റ് അളവ് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കറക്റ്റ് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അരിഞ്ഞ് കിട്ടും. ഇത് മെഷറിംഗ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിലാണ് അളവ് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ പിന്നെ എല്ലാത്തിൻ്റെ അളവ്, ചോറിൻ്റെ ആയിരുന്നാലും അരിപ്പൊടിയുടെ ആയിരുന്നാലും പഞ്ചസാരയുടെ ആയിരുന്നാലും പാലിൻ്റെ ആയിരുന്നാലും എല്ലാത്തിൻ്റെ അളവ് ആ സെയിം ക്ലാസ്സിൽ തന്നെ എടുക്കുക. അപ്പോൾ മെഷറിംഗ് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ല കറക്റ്റായിട്ട് അളവ് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുക. ഓയിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ അട റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ആ ഇലയമേന്ന് അട അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വിട്ടുപോരില്ല. 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുക. ഞാനിവിടെ ടേബിൾ സ്പൂണിലല്ല ചേർക്കുന്നത്, ടീസ്പൂണിലാണ് ചേർക്കുന്നത്. ഇതൊന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കുക. ഓയിൽ ഇതിനകത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആവും. ആ ചോറ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടാവണം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടിയും ഒന്ന് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇലയിൽ നല്ല കനം കുറച്ചിട്ട് പരത്തണം. ഇനി അട വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വലിയ പാത്രത്തിൽ ആയിരിക്കും. എന്നാൽ മാത്രമല്ലേ ഇലയ്ക്ക് അത്യാവശ്യം നല്ല നീളം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. ഇനി അട പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വാഴല എടുക്കുക. വാഴല നിങ്ങൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തുടച്ച് കളയണം. പിന്നെ ചെറിയ ചെറിയ ഓട്ടയുള്ള ഇലയൊക്കെ ആണെന്നുണ്ടെങ്കിലും മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ അത് അട വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അട മുഴുവനും വെള്ളത്തിലായിട്ട് ആകെ നാശമാവും. ഒട്ടും വെള്ളമില്ലാണ്ട് തുടച്ചെടുക്കുക. പിന്നെ അതിന് ഓരോ ഇലയായിട്ട് എടുക്കുക.
ഇപ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി ഇത് റോൾ ചെയ്യുക. ഇത് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയേക്കണ വാഴല ഇതൊന്ന് വാട്ടിയെടുത്തേക്കണ വാഴലയെന്ന് തോന്നുന്നു. അതേപോലെയാണ് എനിക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള വാഴലയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ഇത്രയ്ക്ക് അങ്ങോട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കില്ലല്ലോ. അപ്പോൾ അത് മടക്കുമ്പോൾ ഇതിങ്ങനെ മടക്കുമ്പോൾ ഇതിങ്ങനെ തളർന്ന പോലെ ഇരിക്കും. മറ്റേത് മടക്കുമ്പോൾ അതൊന്നും കൂടിയും ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡ് നന്നായിട്ട് ഇങ്ങനെ പൊന്തി ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ വാഴലയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം നമ്മളത് തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ശരിക്കും ആ വെള്ളം ശരിക്കാണ്ട് കയറും. ഇതാകുമ്പോൾ ഇങ്ങനെ തളർന്നിരിക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്യാം. ലാസ്റ്റ് വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റോൾ ചെയ്യാം. ഇത് നീക്കി വയ്ക്കുക. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള വാഴലേക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യില്ല. അപ്പോൾ ചെറുതായിട്ട് ആ വാഴലയുടെ നാരും കൊണ്ട് ഇതൊന്ന് കെട്ടിയും കൊടുക്കേണ്ടി വരും, ഇരിക്കണില്ല എന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഇങ്ങനെ വാടി വാഴല ചെയ്തുകൊണ്ട് ഇതിങ്ങനെ ഇരുന്നോളാം അമർന്ന്. അപ്പോൾ ഇത് നീക്കി വയ്ക്കുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഇലയിൽ പരത്തിയെടുക്കാം. ഇപ്പോൾ ഫോയിൽ പേപ്പറിലായിരുന്നാലും ഇതേപോലെ ഇങ്ങനെ ഫോയിൽ പേപ്പർ എടുക്കുക. ഇതിലേക്ക് മാവ് ചേർക്കുക. ഈ ബാക്കിയുള്ള എല്ലാ അടയും ഇതേപോലെ തന്നെ ഇലയിൽ പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ അട വേവിച്ചെടുക്കാനുള്ള വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അട ചേർക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ഇനി ഇത് മൂടി വെക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ അട വേവിച്ചിട്ട് എടുക്കുക. ഈ അട വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അട എടുത്തിട്ട് ഞാനിവിടെ വേറെ ഒരു വലിയൊരു പാത്രത്തിൽ സാധാരണ നമ്മൾ ടാപ്പിൽ വരുന്ന വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അട എടുത്തിട്ട് ഇനി ആ വെള്ളത്തിലേക്കാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ നേരത്തെ കൂട്ടിയിട്ട് വേറൊരു പാത്രത്തിൽ ഇതേപോലെ ഇങ്ങനെ വെള്ളം എടുത്ത് വയ്ക്കുക. ഇതിങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കണം. അതായിരിക്കും അട ശരിക്കും വെന്ത് കിട്ടുക. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് മുക്കി കൊടുക്കുക. നിങ്ങൾ അട മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കുമ്പോൾ വെള്ളം അങ്ങനെ കൂടി പോയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇല നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ആ അട മുഴുവനും വെള്ളത്തിൽ അങ്ങോട്ട് മിക്സായി പോകും. അതുകഴിഞ്ഞിട്ടിപ്പോൾ നിങ്ങൾ ഏറ്റാദ്യമൊക്കെയായിട്ട് ഉണ്ടാക്കുമ്പോൾ ഏറ്റാദ്യം ഒരു അട എടുത്തിട്ട് ഏറ്റാദ്യം നമ്മൾ സെപ്പറേറ്റ് പാത്രത്തിൽ വെച്ചിട്ടുണ്ടല്ലോ, ആ പാത്രത്തിലേക്ക് ഒരു അട ഇട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അട എടുത്താൽ മതി വെള്ളത്തിൽ നിന്ന്. അത് വെള്ളത്തിലേക്ക് ഇട്ട വഴിക്ക് തന്നെ ഇത് തുറന്ന് നോക്കണ്ട. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നാൽ മതി. കാരണം ഈ അട ഒന്ന് തണുക്കണം. അപ്പോൾ അട വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ വിടിയിക്കുമ്പോൾ ഇതിങ്ങനെ വിട്ടു പോകുന്നുള്ളൂ. അത് ഇലയമേന്ന് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോരും. ഫോയിൽ പേപ്പറിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോരാൻ വേണ്ടിയിട്ട് ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാട്ടും. പട റെഡി ആയിട്ടുണ്ട്. ഇനി അട എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കണം. കാരണം ഇതിനകത്ത് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതേപോലെ ഇങ്ങനെ പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചിട്ട് അതേപോലെ ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുക. സാധാരണ ടാപ്പിൽ വരുന്ന സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കഴുകുക. അട നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ചില അടയ്ക്കും കുറച്ച് വലുതായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ചെറുതാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് ഒന്ന് ചെറുതാക്കിയിട്ട് ഇടുക. അല്ലെങ്കിൽ ഇതേപോലത്തെ ഇങ്ങനെ ഒരു അരിപ്പയിലിട്ടിട്ട് അരിപ്പയിലിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതിങ്ങനെ ചെറുതായി കിട്ടും. അട ഇതേപോലെ ഇങ്ങനെ നല്ല ചെറിയ അടയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് പാലട പ്രഥമനിലേക്ക് അട ചേർക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ചേർക്കണം. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ അട വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കണില്ല പായസം, ഇനിയിപ്പോൾ നാളെ ഉണ്ടാക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കുക.
ഇനി നമുക്ക് പായസത്തിലേക്ക് മെയിനായിട്ട് വേണ്ടത് പശുമ്പാലാണ് വേണ്ടത്. ഞാനിവിടെ 8 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ മെഷറിംഗ് കപ്പിലാണ് എടുത്തേക്കുന്നത്. എൻ്റെ മെഷറിംഗ് കപ്പ് 250 ml മെഷറിംഗ് കപ്പാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ എന്തോരം ഉണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ സാധാരണ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം 1 ഗ്ലാസിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ സാധാരണ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ എടുക്കണ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലല്ല ചില്ലിൻ്റെ ഗ്ലാസ്സിൽ ഇതേപോലെ അളവ് എടുത്താൽ മതി. പായസം ഉണ്ടാക്കാനുള്ള അട നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പായസം ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ എടുക്കുക. ഞാനിവിടെ ഉരുളിയാണ് എടുത്തേക്കുന്നത്. ഉരുളിയാണ് വേണമെന്നില്ല, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വലിയ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വലിയൊരു പാത്രം എടുക്കുക. ഈ തീ ഓണാക്കുക. ഇനി ഉരുളിയിലേക്ക് ആദ്യം ഒരു 2 കപ്പ് വെള്ളം ചേർക്കുക. 8 കപ്പ് പാല് ചേർക്കുക. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നിങ്ങൾ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് സൈഡിൽ നിന്ന് എന്നാലും നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടിയിൽ നിന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിലും പിടിക്കും, പിന്നെ ഈ സൈഡിലേക്ക് നിറച്ചിങ്ങനെ പിടിച്ചിരിക്കും. ഇതിലേക്ക് 2.5 കപ്പ് പഞ്ചസാര ചേർക്കുക. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 കപ്പ് വരെ പഞ്ചസാര ചേർക്കുക. ഇതിലേക്ക് അട ചേർക്കുക. പാല് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് പഞ്ചസാരയും അടയും ചേർക്കുക. ഈ അടയും ഈ പാലും പഞ്ചസാരയും കിടന്നിട്ട് ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് തിളച്ചിട്ട് ഈ പാല് നല്ല തിക്കായിട്ട് വരണം. അത് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഏറ്റവും അടിയിൽ പാത്രത്തിൻ്റെ അടിഭാഗം ഇങ്ങനെ കാണണം. അപ്പോൾ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാല് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അത് മാത്രമേ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അടയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് തിളച്ച് പോകാണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പായസം എങ്ങാനും 1 പ്രാവശ്യം തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പായസത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കുറയും. നമ്മൾ പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ പാത്രത്തിൽ ഒരു 3/4 ഭാഗത്തിൽ കൂടുതലുണ്ടായിരുന്നു പാല്. അപ്പോൾ ഇത് വറ്റി 1/2 ഭാഗത്തിൽ കൂടുതലായിട്ടുണ്ട്. ഒരു 1/4 ഭാഗമായിട്ടുണ്ട്. അടയും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ പാല് വറ്റിയിട്ട് ഇപ്പോൾ ഒരു 1/4 ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നല്ല കട്ടിയായിട്ടുണ്ട്. ഇതിനകത്ത് ഇതേപോലെ ഇങ്ങനെ വലിയ വലിയ തളകളും വരുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ വലിയ വലിയ തളകൾ വരണം. അപ്പോഴായിരിക്കും ഇത് നല്ല തിക്കായിട്ട് വരാം. ഇപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇത്രയ്ക്കാണ്ട് തിക്കായാൽ മതി. ഇതിന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ ഇതിനകത്ത് അടയൊക്കെ ഇതേപോലെ ഇങ്ങനെ ശരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇങ്ങനെ നല്ല തിക്കായിട്ട് വരണം. അപ്പോഴായിരിക്കും പായസം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നിങ്ങൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇത് നിങ്ങൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരു 10 മിനിറ്റ് വരെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാലായതുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് പാട ചൂടും. പിന്നെ പായസം റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല തിക്കായിട്ട് ഇരിക്കണം. നമ്മൾ സ്പൂണിലെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ കണ്ടത് സ്പൂണിൽ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് പിടിച്ചിരിക്കണം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോഴായിരുന്നാലും ഇതേപോലെ ഇങ്ങനെ വരണം. പിന്നെ അത് നിങ്ങൾ ഇളക്കി കൊടുക്കുമ്പോഴായിരുന്നാലും എപ്പോഴും അടിയിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടയൊക്കെ ചേർത്തേക്കണത് കൊണ്ട് ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. പിന്നെ ഇതിലേക്കുള്ള അട ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിരുന്നാലും ഒട്ടും പാടൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് തന്നെ അട ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചേക്കണ അടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റും ഉണ്ടാവില്ല അട വെച്ചിട്ട്. പിന്നെ ആട നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് തിളപ്പിച്ച് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടൊക്കെ വേണം ആട പായസത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അത് അത്യാവശ്യം നല്ലൊരു പണിയുണ്ട്. പക്ഷേ ഇതേപോലെ അട ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാടൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് തന്നെ അട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇതേപോലെ നമ്മൾ ഫ്രഷായിട്ട് അട ഉണ്ടാക്കിയിട്ട് ഇതേപോലെ പായസത്തിൽ ചേർത്തിട്ട് പായസം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഈ പാലടപ്രഥമൻ നമ്മൾ ഇലയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കണം.